എന്താണ്ടാ സുഖം സർ. ഇപ്പോഴും ഉണ്ടോടാ നിന്റെ പഴയ പരിപാടിയൊക്കെ? ആരാ മനസ്സിലായില്ല? ഡോക്ടറെ, ഇവന് എൻ്റെ ഡോസ് കുറച്ച് കൊടുത്താൽ മതി. പറയൂ അലക്സ്. സാറേ, എൻ്റെ പെങ്ങൾ. ഞാൻ അറിഞ്ഞു. തടവുകാരുടെ വിഷമങ്ങൾ ഒരു പരിധിവരെ ഞങ്ങളെയും വിഷമിപ്പിക്കാറുണ്ട്. ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു പരിധിക്കപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അലക്സിനെ എനിക്ക് സഹായിക്കണമെന്നുണ്ട്. സാർ, അലക്സിനെ ഒരിക്കൽ കൂടി പരോൾ ബോർഡിൽ വെച്ചാലോ? അഡ്വൈസറി ബോർഡിൽ പാസ്സാവുന്നതാവട്ടെ. നോക്കാം. നടക്കുമോ സാറേ? ഒരു പ്രാവശ്യം നടക്കാതെ പോയതല്ലേ. നടക്കും. ബി പോസിറ്റീവ്. പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഒന്നുകൂടി അയക്കണം. യെസ് സർ. അലക്സിൻ്റെ നിന്ന് ഒരപേക്ഷ കൂടെ വാങ്ങിച്ചോളൂ. ശരി സർ. എല്ലാം ശരിയാവുന്നേ. ആ, റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആഹാ, അലക്സിന്റെ പോലീസ് റിപ്പോർട്ട് അനുകൂലമാണല്ലോ. മേശ്രി, ഇന്നിനി യാത്ര പറയാൻ നിൽക്കണ്ട, പൊക്കോ. സാറേ, 4 പേര് കൂടാതെ 5 മെഡിക്കൽ കോളേജ്, 1 ഞാൻ. 10 പേരുടെ എണ്ണം കുറച്ചേക്കണേ. ഓക്കെ, ശരി. നാളെ ആണിക്കും സൽമാനും കേസുള്ളത് മറന്നു പോലെ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാ വരട്ടെ. ശരി. സാറേ. അലക്സേ, ഇതാ ഇവിടെ ഒപ്പിട്. എന്താടാ ഇത്തവണ പാട്ടും ബഹളമൊന്നും ഇല്ലേ? ഇല്ല സാറേ. അലക്സേ, തിരിച്ചു കയറാനുള്ള ഡേറ്റ് മറക്കണ്ട. അടുത്ത മാസം 10-ാം തീയതി 5 മണിക്ക് മുൻപ്. പിന്നെ കേസിലൊന്നും പെടാതെ സൂക്ഷിച്ചോണം. എന്നാ വരട്ടെ സാറേ. സാറേ, ഞാൻ അലക്സ് പരോളിൽ ഇറങ്ങിയതാ. ഒപ്പിടാൻ വന്നതാ. പഴയ അടിവാരം കേസ്. ആദ്യത്തെ SI സാറിനെ കണ്ടിട്ട് വാ, എന്നിട്ട് ഒപ്പിടാം. ഓക്കെ, ഞാൻ വിളിക്കാം. അലക്സ്, ജയിലിലെ നല്ല അടപ്പ് ഇവിടെ നാട്ടിൽ കണ്ടേക്കണം. വെറും 15 ദിവസം മാത്രമേ ഉള്ളൂ. അറിയാലോ? അറിയാം സാർ. കേസുമായി ബന്ധപ്പെട്ട ആരുമായിട്ടും യാതൊരു പ്രശ്നം ഉണ്ടാക്കിയേക്കരുത്. എന്നാ ഒപ്പിട്ട് വയ്ക്കും. അലക്സേ, നീ എന്താ ഒന്ന് വിളിച്ചു പറയാ പോലും ചെയ്യാണ്ട് വന്നേ? ഇതല്ലേ എൻ്റെ ഒരു ഭംഗി. ഹസീന, ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. വാ, കേറി വാ. ഇതാരാന്ന് മനസ്സിലായ എനക്ക്? ഇല്ല. ഇത് നമ്മുടെ അലക്സാടി. ഇക്ക എപ്പോഴും നിങ്ങളെ പറ്റി പറയും. വാ, കേറിയിരിക്കേ. ഇവിടെ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ചായ എടുക്കാം. എൻ്റെ ഒരകന്ന ബന്ധത്തിലുള്ളതാ. ബന്ധുക്കളെല്ലാവരും കൂടെ ആലോചിച്ച് പെട്ടെന്ന് അങ്ങോട്ട് നടത്തി. മോള് വാ. ഇവളെ മനസ്സിലായ? പിന്നെ കത്രീനയുടെ അതേ മുഖമല്ലേ അവൾക്ക്. എന്നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +1. കത്രീന മരിച്ച പിന്നെ വർഗീസ് മുഴുക്കുടിയനായി. വീട്ടിൽ തന്നെ വാറ്റും കുടിയും. എപ്പോൾ നോക്കിയാലും പോലീസുകാരും എക്സൈസുകാരും. പെങ്കൊച്ച അവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു.
അവൻ്റെ ഈ പ്രവൃത്തി കാരണം മനം നൊന്നിട്ടായിരിക്കും കത്രീന പോയത്. ഇവിടെ വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരും. ഇവളെ കണ്ടിട്ട് തിരിച്ചു പോകും. മോളെ വാ. ഇതൊക്കെ അവളുടെ പണിയാ. അവൾക്ക് വേണ്ടി ഞങ്ങൾ ക്രിസ്മസും ഒക്കെ ആഘോഷിക്കും. എത്തിയ സഖാക്കള്. അതുകൊണ്ട് ഇന്നത്തെ കച്ചവടമൊക്കെ ഞങ്ങൾ പോന്നു. എന്റെ കാലിന് വയ്യാണ്ടായ പിന്നെ കച്ചവടമൊക്കെ ഉമ്മാരാണ് നോക്കണത്. ആ കാലിനിപ്പോൾ എങ്ങനെയുണ്ട്? നടക്കുമ്പോ നല്ല വേദനയുണ്ട്. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഒന്ന് കുളിക്കണം. എന്നിട്ട് വേണം മോനെ കാണാൻ പോകാൻ. ആ പടെ 15 ദിവസമേ ഉള്ളൂ. എവിടെ പോണു നീ? ഇവിടെ നിന്നാ മതി. എന്നാ പിന്നെ നമുക്കൊന്ന് കൂടിയാലോ? എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കണു പിന്നെ ബ്രാൻഡിയാക്കാം. ഇങ്ങനെ മതിലില്ലാതെ ആകാശവും നക്ഷത്രവും കണ്ടിട്ട് ഇന്നേക്ക് സൂക്ഷം 8 കൊല്ലമായി. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാലേ നിങ്ങളെയൊക്കെ പിന്നെയും കാണാൻ പറ്റുള്ളൂ. അതൊക്കെ പോട്ട് സഖാവേ, വിട്ട് മറന്നില്ല. ഇതങ്ങോട്ട് പിടി. വേണ്ട, എനിക്കെൻ്റെ മകനെ കാണാനുള്ളതാണ്. ഞാൻ കുടിച്ചേച്ചുമ്പോ ചെന്നാലേ അവൻ എന്നോട് ചോദിക്കും, അപ്പനെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പുറത്തിറക്കിയത് ഇതിനാണോന്ന്. പിന്നെ മോനെ കണ്ടതിന്റെ സന്തോഷത്തിലാണ് പറഞ്ഞാൽ വേണ്ട, കുടിക്കുന്നു. വേണ്ടെന്നേ, വേണ്ട കുടിയുന്നു. വേണ്ട വേണ്ട കുടിക്കാൻ അതൊക്കെ പറഞ്ഞു കേട്ടില്ലേ കുടിക്കണ്ടെന്ന്. കുടിച്ചിട്ട് ഇപ്പൊ ജയിലിൽ നിന്ന് പുറത്താക്കും. ആക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നോക്കാം. കുടിച്ചോട്ടെ. എനിക്കെൻ്റെ മോനെ കാണണം. ഇപ്പം കാണും. അവൻ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. എടാ അലക്സ്, നീ കള്ളും വലിച്ചു കയറ്റി വെച്ചു അവനെ കാണാൻ പോകണ്ടാവേ. ഞാൻ അവനോട് പറഞ്ഞോളാം, അവനെ കാണാനുള്ള സന്തോഷത്തിൻ്റെ അവൻ അപ്പനെ ഇത്തിരി കള്ളു കുടിച്ചിട്ടുണ്ടെന്ന്. അവൻ സഹിച്ചോളും. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വാ, ഇല്ലേ ഞാൻ തനിയെ പോയിക്കോളാം.